വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തെ 12 സ്മാർട്ട് റോഡുകളടക്കം 62 റോഡുകൾ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. BM-BC നിലവാരത്തിൽ നവീകരിച്ച നഗരത്തിലെ 28 പ്രധാന റോഡുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇത് വെറും റോഡുകളല്ല, വികസനം വളർത്തുന്ന ജീവരേഖകളാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന സാധ്യതകൾ തെളിഞ്ഞു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലും പൊതുമരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച 60-ലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിക്കപ്പെടുകയാണ്. ഇവ വേറെ റോഡുകൾ മാത്രമല്ല, അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന, വികസനം വളർത്തുന്ന, കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ്. ഏറ്റവും കൂടുതൽ UDF-ന്റെ ഭരണകാലഘട്ടത്തൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പൊതുമരാമത്ത് രംഗത്താണ്, PWD രംഗത്താണ്. ഇവിടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ PWD രംഗത്ത് ഒരു ഉടർച്ച വാർക്കലാണ് നടന്നിട്ടുള്ളത്. സ്മാർട്ട് റോഡ് പണി സമയത്ത് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വിവാദമുണ്ടാക്കിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നാടിന്റെ വികസനത്തിന് അള്ളുവെക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ റോഡ് പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച് മറുപടി നൽകിയെന്നും റിയാസ് പറഞ്ഞു. എന്നാൽ അതിനെ നെഗറ്റീവായി എടുത്ത ചിലരുണ്ട്. പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെ നെഗറ്റീവായി എടുത്തു. അത് നാടിന്റെ വികസനത്തിന് അള്ളുവെക്കുന്ന പണിയാണെന്ന് പൊതുവെ ജനം വിലയിരുത്തി. പക്ഷേ നമ്മളാരും അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല. അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനൊക്കെ മറുപടി ജനങ്ങൾ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കും. ആ മറുപടി ഈ റോഡുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിലൂടെ ആയിരിക്കും ഞങ്ങൾ നൽകുക എന്നുള്ള മറുപടിയാണ് ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മനസ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മനസ, തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളൊക്കെ ഹൈടെക് ആയിരിക്കുന്നു, അതിമനോഹരമായിരിക്കുന്നു. സംസ്ഥാനത്താകമാനം ഏതാണ്ട് 62 റോഡുകൾ ഇന്ന് നാടിന് സമർപ്പിച്ചു. വിശദാംശങ്ങൾ. തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് ഈ സ്മാർട്ട് റോഡുകളുടെയും അതോടൊപ്പം തന്നെ 14 ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ മറ്റ് റോഡുകളുടെയും ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചത്. ഉദ്ഘാടനത്തിൽ മന്ത്രി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ UDF ഭരണകാലത്ത് എത്രത്തോളം അഴിമതി ഉണ്ടായിരുന്നുവോ അതൊക്കെയും തന്നെ തുടച്ചു മാറ്റുന്ന ഒരു ഭരണത്തിലൂടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് മാറി, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അഴിമതി രഹിതമാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തിയാകാത്തതിനെ കുറിച്ച് കൂടുതൽ വിവാദങ്ങളൊക്കെയും തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല കുപ്രചരണങ്ങൾ, വ്യക്തിഹത്യ പോലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെയും തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത മറുപടി തന്നെയാണ് ഈ പൂർത്തിയാക്കിയ 62 റോഡുകളും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മാത്രം തന്നെ 12 സ്മാർട്ട് റോഡുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ അതിന്റെ വിശദമായ വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ഏതായാലും മന്ത്രി PA മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ GR അനിൽ, ഒപ്പം തന്നെ AK ശശീന്ദ്രൻ തുടങ്ങിയ എല്ലാ മന്ത്രിമാരും ഈ ഉദ്ഘാടന വേളയിൽ ഉണ്ടായിരുന്നു. ഒപ്പം കോർപ്പറേഷൻ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കോർപ്പറേഷന്റെ ഒരു സംഭാവന കൂടി എടുത്തു പറയേണ്ട ഒരു ഘട്ടമാണ്. ഇത്തരത്തിൽ ഫണ്ടുമായി വിവാദമുണ്ടായിരുന്നു. അല്പസമയം മുൻപ് മേയർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് ആണ്, കേന്ദ്രം എന്തോ ഔദാര്യം തന്നതുപോലെയാണ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതികരിച്ചത്. ഏതായാലും ഈ കേരളത്തിൽ അതായത് 14 ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ റോഡുകൾ, ഒപ്പം തന്നെ 12 സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലോകോത്തര നിലവാരത്തിൽ തന്നെയാണ് ഈ തിരുവനന്തപുരത്തെ റോഡുകളെല്ലാം തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് BM-BC നിലവാരത്തിൽ ഉയർത്തിയ മറ്റു റോഡുകളുടെയും അവസ്ഥ ഇതേ രീതിയിൽ തന്നെയാണ്. ബാക്കിയുള്ള ജില്ലകളിൽ അതായത് ഇത്തരം രീതിയിലേക്ക് മറ്റു റോഡുകളെ കൂടി ഉയർത്താനുള്ള സാധ്യതകളും മുന്നിലുണ്ട്. ഒപ്പം തന്നെയാണ് LDF സർക്കാരിന്റെ ഇച്ഛാശക്തി മാത്രമാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ ആവശ്യപ്രകാരം
സർക്കാരും ദേശീയപാതയാണെങ്കിലും ഈ സാധാരണ റോഡുകളാണെങ്കിലും ഒക്കെ തന്നെ ജനസൗഹൃദമാക്കുക എന്നുള്ളത് ഏറെ പ്രയാസത്തോടെ പോകേണ്ടി വന്ന ഒരു റോഡുകളൊക്കെയും തന്നെയാണ് ഇപ്പോൾ അതിസുന്ദരമായി അതിമനോഹരമായി മറ്റ് സിറ്റികളിൽ കാണുന്ന പോലുള്ള നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നടപ്പാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ഇടങ്ങളിലും ഈ വെട്ടിപ്പൊളിച്ചൊക്കെ ഈ സീവേജ് പ്രശ്നം, അതോടൊപ്പം തന്നെ വെള്ളം കയറിയാൽ കുത്തിപ്പൊളിക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഈ 12 സ്മാർട്ട് റോഡുകളും ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തലസ്ഥാന നഗരിക്ക് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പുറത്തുനിന്ന് വരുന്ന എല്ലാവരും ഒരുപക്ഷേ തലസ്ഥാനത്ത് എത്തിയാൽ ഒരു നിമിഷം അന്താളിച്ചു പോകുന്ന നിലയിലേക്കാണ് റോഡുകളുടെ നിലവാരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഏതായാലും LDF സർക്കാർ അടുത്ത വർഷവും അധികാരത്തിൽ വരും എന്നുള്ള എല്ലാവിധ സാധ്യതകളും മുന്നിൽ ഉണ്ട് എന്നും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു വരികയാണ്. അതിലുള്ള ജനങ്ങളുടെ പ്രാതിനിധ്യം ഉൾപ്പെടെ എടുത്തു ചൂണ്ടിയുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു. അതുകൊണ്ട് വരും വർഷം, അതായത് 2025ഓടെ ദേശീയപാത യാഥാർത്ഥ്യമാക്കും. ഒപ്പം തന്നെ അടുത്ത വർഷം ഈ LDF സർക്കാരിന്റെ വളർച്ച തന്നെയായിരിക്കും ഉണ്ടാവുക എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഷമി, തീർച്ചയായും തിരുവനന്തപുരം നഗരത്തിൽ 12 സ്മാർട്ട് റോഡുകളാണ് ഇന്ന് നാടിന് സമർപ്പിച്ചത്. മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, GR അനിൽ അടക്കമുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെ റോഡുകൾ അതിമനോഹരമായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് റോഡുകളും ഏതാണ്ട് 62 റോഡുകളാണ് ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡുകളുടെ അതിവേഗ വികസനം സാധ്യമാക്കിയത്.